പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. ഇന്ത്യ പാക് DGMO തല ചർച്ചയ്ക്ക് ശേഷമാണ് മോദിയുടെ അഭിസംബോധന എന്നതും നിർണായകമാണ്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, വളരെ നിർണായകമായ നിമിഷം 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി എന്നറിയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യത്തെ അഭിസംബോധനയാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അശ്വതി, ഇത് ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതായത് DGMO തലത്തിൽ നടന്ന ചർച്ചയിൽ ഇനി അതിർത്തി കടന്നുള്ള വെടി ഉതിർക്കൽ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു വിശ്വാസത്തിലെടുത്താണ് ഇന്ത്യ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. പലയിടങ്ങളിലും സ്കൂളുകൾ തുറക്കുന്നു, മറ്റ് കാര്യങ്ങൾ വരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാകുന്നത്. ഇനി മറ്റ് ചില വിഷയങ്ങൾ, ഇപ്പോൾ സൈനിക നടപടികളെക്കുറിച്ചും അതിനുശേഷം ഉള്ള വിവരണങ്ങളുമൊക്കെ ഇരുഭാഗത്തും വന്നു കഴിഞ്ഞു. ഇനി ഇൻഡസ് നദീ കരാർ അതിൻ്റെ ഭാവി താൽക്കാലികമായി അത് മരവിപ്പിച്ചിരിക്കുകയായിരുന്നു രാജ്യം. വേൾഡ് ബാങ്ക് മധ്യസ്ഥതയിൽ ആണ് ഇത്തരമൊരു കരാർ ഉണ്ടായത്. ഇനി തുടർന്ന് ഈ കരാർ ഏത് തലത്തിലേക്ക് നീങ്ങും എന്നതിനെ സംബന്ധിച്ചൊരു പ്രതികരണം പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമോ എല്ലാവരും ഉറ്റുനോക്കുന്നു. ഒപ്പം ഈ വിസ, ഷോർട്ട് ടേം വിസകൾ ഉള്ളവരുടെ എല്ലാം വിസ റദ്ദാക്കി തിരിച്ചയച്ചിരുന്നു. പലർക്കും മടങ്ങി വരേണ്ട സാഹചര്യമുണ്ട്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിവാഹം കഴിച്ച സാഹചര്യങ്ങളുണ്ട്. ഇതിലൊക്കെ പ്രധാനമന്ത്രി എന്ത് നിലപാടെടുക്കും? അതുപോലെ തന്നെ പാകിസ്ഥാന് അകത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരെ ഇന്ത്യ പിന്താങ്ങണമെന്നാണ്. ന്യൂഡൽഹിയിൽ അവരുടെ ഒരു ഓഫീസ്, എംബസി തുറക്കാൻ അനുവദിക്കണം, ഇന്ത്യയുടെ ഒരു ഓഫീസ് ബലൂചിസ്ഥാനിൽ തുറക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അകത്തു നിന്ന് തന്നെ ഉള്ള ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ നിലപാട് എന്തായിരിക്കും? ഇതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി എന്തെങ്കിലും പറയുമോ തുടങ്ങിയ വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അതോടൊപ്പം ദീർഘനാളായുള്ള ഈ കശ്മീർ വിഷയം, പ്രത്യേകിച്ച് പാക് അധിനിവേശപ്പെടുത്തിയിട്ടുള്ള കശ്മീരിൻ്റെ ഭാഗങ്ങൾ, അതിനെ സംബന്ധിച്ച് തുടർന്ന നടപടികൾ, നിലപാട്, എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? സിംല കരാറിനെ സംബന്ധിച്ച് ഇനി ഇന്ത്യയുടെ മുന്നോട്ട് പോക്ക്, അങ്ങനെ 100,000 ചോദ്യങ്ങൾ ഉയരുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഏതൊക്കെ വിഷയം സ്പർശിക്കുമെന്നറിയാൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെ രാജ്യം കാത്തു നിൽക്കുകയാണ്. ഏതായാലും ഒരു കാര്യം പ്രധാനമന്ത്രി അടിവരയിട്ട് പറയുമെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. തീവ്രവാദത്തോട് സന്ധിയില്ല സമരം, യുദ്ധം ഇന്ത്യയുടെ ഒരു നയമല്ല, അധിനിവേശം ഇന്ത്യയുടെ നയമല്ല, അത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കാൻ ഏത് അതിർത്തി വരെ പോകേണ്ടി വന്നാലും, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതിന് ഒരു ശക്തമായ നടപടിയോടുകൂടി പ്രതികരിക്കും എന്ന് വ്യക്തമാണ്. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് രാത്രി 8 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക.